ലോകം നശിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം ഇനിയും ഇറാനെതിരായ യുദ്ധം തീരാൻ 3 ആഴ്ചയോളം എടുക്കുമെന്നാണ് ഇസ്രായേലും അമേരിക്കയും പ്രസ്താവിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ലോകം അനുഭവിച്ച ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി 1930കളിലെ ആഗോള സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ തന്നെ ലോകം ഇന്ധന പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുകയാണ്. ചരക്ക് കടത്തുപോലും കൃത്യമായി നടക്കാത്ത സാഹചര്യത്തിൽ ഇത് സ്ഫോടനാത്മകമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കലാശിക്കും. വിലക്കയറ്റവും പണപ്പെരുപ്പവും ഇന്ധനക്ഷാമവും കൂടി ലോകത്തെ വലിയ ദുരന്തത്തിലേക്ക് എത്തിച്ചേക്കാം. അതിനു മുൻപേ ലോകത്തെ ഈ വിപത്തിൽ നിന്നും കരകയറ്റാൻ ലോകശക്തികൾ തന്നെ മുന്നിട്ടിറങ്ങണം. മാത്രമല്ല ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വികസിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. കാരണം ഇറാനെ സഹായിക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും പങ്ക് കൂടുതൽ പുറത്തുവരികയാണ്. ഇത് ഭാവിയിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ആഗോള ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ഈ യുദ്ധം US ലക്ഷ്യം വെച്ച നിലയ്ക്കല്ല മുന്നോട്ടു പോകുന്നത്. ആഴ്ചകൾ മാത്രം നീണ്ടുനിൽക്കുന്ന ഒരു സൈനിക നടപടിയായി മാത്രം US കണ്ടിരുന്ന ഈ പോരാട്ടം സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള അനന്തമായ യുദ്ധമായി മാറിയെന്ന് CNN വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി യുദ്ധം ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാളിയെന്നും അവർ വിലയിരുത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണയുടെ ഒഴുക്ക് ഇറാൻ ഫലപ്രദമായി തടസ്സപ്പെടുത്തി. ഇത് ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ US ഭരണകൂടം പാടുപെടുകയാണ്. താരതമ്യേന വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ വ്യാപകമായി ആക്രമണങ്ങൾ നടത്തുന്നത് പശ്ചിമേഷ്യയിൽ USന്റെ പ്രതിരോധ ശേഷിയെ തകർക്കുകയാണ്. ഇറാന്റെ ചെലവ് കുറഞ്ഞ ഷാഹിദ് ഡ്രോണുകൾ നേരിടാൻ ചെലവേറിയ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ US നിർബന്ധിതരാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം യുദ്ധം വൻ വിജയമായി എന്ന് ട്രംപ് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സംഘർഷം ഓരോ ദിവസവും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രം ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് US സർക്കാർ പറയുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ അനന്തരഫലങ്ങൾ ആഗോള സാമ്പത്തിക വിപണികളിലും അമേരിക്കൻ ഉപഭോക്താക്കളുടെ ദൈനംദിന ജീവിതത്തിലും ചലനങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ എണ്ണയുടെയും ഗ്യാസിന്റെയും വില ഉയർന്നു. ഇറാനുമായുള്ള സംഘർഷം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേലി വ്യോമസേന ടെഹ്റാനിലും ഇറാനിലുടനീളവും ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണെന്ന് കാറ്റ്സ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഭരണകൂടത്തെ താഴെയിറക്കി ഇറാനിയൻ ജനതയ്ക്ക് മാത്രമേ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലെ പല ഇറാൻകാരും ജോലിക്ക് പോയി തുടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 1950കളിൽ ഇറാൻ ഭരിച്ചിരുന്ന ഷാ ഭരണകൂടം അമേരിക്കയുമായും ഇസ്രായേലുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 1951ൽ മുഹമ്മദ് മുസാദിഖ് പ്രധാനമന്ത്രിയായതോടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു. എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാനുള്ള മുസാദിഖിന്റെ തീരുമാനം ബ്രിട്ടനെയും അമേരിക്കയും ചൊടിപ്പിച്ചു. തുടർന്ന് CIA നടത്തിയ ഓപ്പറേഷൻ അജാക്സ് എന്ന അട്ടിമറിയിലൂടെ മുസാദിഖ് പുറത്താക്കപ്പെടുകയും ഷാ ഭരണകൂടം പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രായേലിന് ഇറാനിൽ നിന്ന് സുഗമമായി എണ്ണ ലഭിച്ചു തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമായി. 1979ലെ ഇസ്ലാമിക വിപ്ലവമാണ് എല്ലാ സമവാക്യങ്ങളെയും തകിടം മറിച്ചത്. വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം ഇസ്രായേലിനെ ശത്രുവായി പ്രഖ്യാപിച്ചു. നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. അതിർത്തികൾ പങ്കിടുന്നില്ലെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയും ചാരവൃത്തിയിലൂടെയും ഇരു രാജ്യങ്ങളും പരസ്പരം പോരടിക്കാൻ തുടങ്ങി. ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളാണ് ശത്രുതയുടെ ഇന്നത്തെ പ്രധാന മുഖം. പ്രതിരോധ വിദഗ്ധരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെടുന്നതിന് പിന്നിലും ഇസ്രായേൽ ആണെന്നാണ് ഇറാന്റെ വാദം. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇറാനും ഇറാന്റെ ആണവ മോഹങ്ങളെ എന്തു വില കൊടുത്തും തടയാൻ ശ്രമിക്കുന്ന ഇസ്രായേലും ഇന്ന് ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ പോർമുഖത്താണ് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.